അജയ്, നടന്ന് നടന്ന് നമ്മൾ ഒരുപാട് ദൂരം വന്നു അല്ലേ? സോഫി അവിടെ ഒറ്റയ്ക്കാണ്. അത് ഞാൻ പറഞ്ഞില്ലേ സാർ, ഇവിടെ വളരെ അടുത്താണ്. അജയ്, ഇതിനു മുമ്പ് ഇവിടെ നീ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. പിന്നൊരു കാര്യം, ഈ സ്ഥലത്തെപ്പറ്റി വിചിത്രമായൊരു കഥയുണ്ട് സാർ. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗന്ധർവ രാജകുമാരനും ഒരു ഗന്ധർവ രാജകുമാരിയും ഇന്ദ്രൻ്റെ ശാപം കൊണ്ട് ശിലകളായി മാറിയെന്ന് ഒരു പുരാണ കഥയുണ്ട് സാർ. ഓഹോ, വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ കാര്യങ്ങളെപ്പറ്റി ഈ നാട്ടിലുള്ളവർ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് ജീവിതത്തിൽ ഒരുമിക്കാനായില്ല. എന്നിട്ടെന്തായി? അവർ ശിലയായിപ്പോയത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ശിലയ്ക്ക് മറ്റേ ശിലയോട് അമിതമായ സ്നേഹം കൊണ്ട് അത് സ്വയം മണ്ണായി മാറി. അത് കണ്ട ഇന്ദ്രൻ അവർക്ക് ശാപമോക്ഷം നൽകി മനുഷ്യരാക്കി മാറ്റുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. ഈ കഥ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നുന്നു. ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട്, അതായത് ഞാനും സോഫിയയും ഇന്ദ്രന്റെ ശാപം കൊണ്ട് ശിലയായി പോയാൽ അടുത്തടുത്ത് വരാൻ പോലും പറ്റാതെ ഇഷ്ടപ്പെടുന്ന രണ്ട് ശിലകൾ. നന്നായിരിക്കുന്നു, നല്ല കഥ തന്നെ, ഗംഭീരം. സാർ, ഇതാണ് ആ സ്ഥലം. താഴെ പോയി കണ്ടോളൂ. നീ എങ്ങോട്ടാ പോകുന്നത്? സാർ, എനിക്ക് അർജൻറ്റായിട്ട്. ഓക്കെ ഓക്കെ, അത് അർജൻറ്റുള്ള കാര്യം തന്നെയാണ്. അവരവരുടെ പ്രശ്നം അവരവർക്ക് വലുത്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും നോക്ക് സാർ, അവിടെ തന്നെ ഉണ്ട്. ശരിക്കും നോക്ക്. ഇവിടെ ഒന്നും കാണാനില്ല. ശരിക്കും കുഞ്ഞു നോക്ക് സാർ. ആ ശരി, നോക്കട്ടെ. എന്താണോ ഒന്നും കാണാൻ പറ്റുന്നില്ല. നീ പറഞ്ഞ ശിലയൊന്നും ഇവിടെ കാണാനില്ല. ശരിക്കും നോക്ക് സാർ, ശരിക്കും നോക്ക്. ആ, അകത്തേക്ക് കയറി നോക്ക് സാർ. ആ കയറി നോക്കട്ടെ. ശില കണ്ടോ സാർ? ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല ഇല്ല, നോക്കട്ടെ. ശരിക്കും നോക്ക് സാർ. അകത്തേക്ക് കയറി നോക്ക് സാർ. ശരിക്കും നോക്ക് സാർ. ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒന്നും കാണാനില്ലല്ലോ. എന്താ അവിടെ ഉള്ളത്? ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും. അജയ്, നീ പറഞ്ഞ മാതിരി അവിടെ ഒരു ശിലകളും ഞാൻ കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ച നടന്നില്ല. ഇല്ല, ഞാൻ വഴി തെറ്റിപ്പോയി. സോറി സാർ. ഇറ്റ്സ് ഓക്കെ, കാര്യമാക്കണ്ട. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വന്ന് കാണാം.
ആ ശിലകൾ എവിടെ പോകാനാ? നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണാം. വാ വാ വാ. അതാരായിരിക്കും? വാ ജയ്. വരുന്നു സർ. അപ്സെറ്റ് ആവണ്ട. കം ഓൺ. എന്താ അജയ്, എന്തു പറ്റി നിങ്ങൾക്ക്? കിട്ടിയ ഒരു നല്ല സന്ദർഭം ഇങ്ങനെ പാഴാക്കി കളഞ്ഞല്ലോ. ആരോ കണ്ട പോലെ എനിക്ക് അങ്ങനെ തോന്നിയത്. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. അതല്ല സോഫി, ഒരു പെണ്ണ്, അത് ഞാൻ കണ്ടതാ. അത് നിങ്ങളുടെ പഴയ മയൂരിയായിരിക്കും. ആ, എനിക്കും അങ്ങനെ തോന്നിയേ. നോക്കൂ, വെറുതെ വല്ലതൊക്കെ ആലോചിച്ച് വന്ന കാര്യം മറന്നുപോരുത്. അദ്ദേഹം കോട്ടേജിലാണ്. ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ കൊണ്ടാക്കാൻ ഞാനും കൂടെ വരാം. വാ. സോഫി, കോട്ടേജ് കൊണ്ടാക്കണോ? സാരമില്ല, ഞാൻ തന്നെ പിക്കോളാം. Sofia! 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 ഇവളിത് എവിടെ പോയി കിടക്കുക? Sofia! Sofia! എന്റെ ദൈവമേ, ഇതിവളെ എവിടെ പോയി കിടന്നിരിക്കുക ഈ സമയത്ത്? പരിചയമില്ലാത്ത സ്ഥലമാണ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാ? Sofia! Hey, Sofia! Sofia! സോഫിയ, നീ ഇത് എവിടെ പോയിരിക്കുന്നു? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെറുതെ ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിയതാ. തിരിച്ചു വരുമ്പോ വഴി തെറ്റിപ്പോയി. തന്നെത്താനെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി ചിലപ്പോൾ തെറ്റിന്നിരിക്കും. പക്ഷെ ജീവിതത്തിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല. നല്ല വഴി പോകുന്നതാണ് എപ്പോഴും നല്ലത്.
നീ ആരാ? അല്ല സാറേ, എത്ര ദിവസത്തേക്കാ? അത് തീരുമാനിച്ചിട്ടില്ല. 2-3 ദിവസം കാണും. അത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. എന്താണ്? ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട. അജയ്, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു അജയ്. അയ്യോ, ഇവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്താ നിന്റെ പേര്? പേര് ശങ്കർ എന്നാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ഞാനാ. വരൂ. വരൂ വരൂ. ഏറ്റവും ഭാഗ്യമുള്ള റൂമാ ഇത്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം സാർ. അത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് എന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഞാനിവിടെ എത്തിച്ചിരിക്കും. സേഫ്റ്റിക്കുള്ള സാധനം അടക്കം. ഏയ്, ഞങ്ങളുടെ സേഫ്റ്റിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുവന്ന സാധനം എന്താന്ന് കാണുന്നതിന് മുമ്പേ ചൂടായാൽ എങ്ങനെയാ? ആദ്യം നിങ്ങൾ സാധനം കണ്ടതിന് ശേഷം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ല. കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര, മിച്ച എല്ലാ സ്റ്റേറ്റും ഇതിലേത് വേണമെന്ന് പറ. ഏതെങ്കിലും ഒന്നെടുത്ത് ധൈര്യമായിട്ട് കൈത്തലം കെട്ടിക്കൂ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയ മാതിരി. ഒന്ന് ചേർത്ത് 24 മണിക്കൂർ നേരത്തേക്ക് വെറും 10 രൂപ മാത്രം. അയ്യോ, അതൊന്നും വേണ്ട. ഇതിൽ പേടിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ മേഡം. അമ്പലത്തിൽ വെച്ച് പൂജ ചെയ്ത് കൊണ്ടുവന്നതാ. ഗവൺമെന്റിന്റെ സീല് മാത്രമില്ല. സീലില്ലെന്നേ ഉള്ളൂ, പക്ഷെ 90% സത്യമുള്ള സംഭവം. എന്തായാലും നിന്റെ ഫീലിംഗ് ഇവിടെ വേണ്ട. അയ്യോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചോളാം കേട്ടല്ലോ. ശരി ചേട്ടാ, ഞാൻ ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യും. അവന്റെ ഒരു കാര്യം.